ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം അരണക്കല്ലിൽ കണ്ട കടുവയെ മയക്കുവെടി വയ്ക്കുന്നു. കടുവ ലയങ്ങൾക്ക് സമീപം ഉള്ളതായാണ് വിവരം. വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെയുള്ള വനം വകുപ്പ് സംഘം സ്ഥലത്തുണ്ട്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് വാർഡ് 15-ൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മയക്കുവെടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, ഇത് ഗ്രാമ്പി എസ്റ്റേറ്റിൽ ഇറങ്ങിയ അതേ കടുവയാണോ ഇപ്പോൾ ഈ മയക്കുവെടി അരണക്കല്ലിൽ കണ്ടിരിക്കുന്ന കടുവ? ഈ സ്ഥലങ്ങളൊക്കെ തമ്മിലുള്ള ദൂരം എങ്ങനെയാണ്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ആൽവിൻ? ലക്ഷ്മി, ആ കടുവ തന്നെയാണ് എന്നുള്ളത് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. നേരത്തെ തന്നെ അവർ അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഡ്രോണിൽ നിരീക്ഷണം നടത്തി അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാര്യം അതിൻ്റെ പിൻകാലിൽ ഇടതുവശത്തെ കാലിന് മുറിവ് ഉണ്ട്, പരിക്കുണ്ട്. അത് കുരുക്കിൽ സംഭവിച്ചതാകാമെന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഒരു നിരീക്ഷണം നേരത്തെ ഉള്ളത്. പക്ഷേ അത് ഗ്രാമ്പി എന്ന എസ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ കടുവ മിസ്സിംഗ് ആയിരുന്നു. അവരുടെ നിരീക്ഷണത്തിൽ നിന്ന് ഇത് മാറിയിരുന്നു. അത് മറ്റൊരു മലയുടെ ചെരുവിൽ മറ്റൊരു എസ്റ്റേറ്റ് തോട്ടം മേഖല കൂടിയായ അരണക്കലിലാണ് ഇപ്പോൾ ഈ കടുവ എത്തിയിട്ടുള്ളത്. ഇന്നലെ പുലർച്ചെ വന്ന് ഈ ലയങ്ങളോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു പശുക്കിടാവിനെ കൊല്ലുകയും അതോടൊപ്പം തന്നെ 2 നായ്ക്കുട്ടികളെ കൊല്ലുകയും ചെയ്തിരുന്നു കടുവ. ഇതിന് ശേഷം കടുവ ഈ തൊട്ടടുത്തുള്ള പ്രദേശത്ത് ആ ലയത്തിനോട് ചേർന്നുള്ള നമുക്കിപ്പോൾ കാണുന്നത് പോലെ തന്നെയുള്ള ആ തോട്ടത്തിനകത്ത് അവിടെ കടുവ കിടക്കുകയായിരുന്നു രാവിലെ മുതൽ. ഡ്രോൺ കൃത്യമായ നിരീക്ഷണം നടത്തി വരികയുമാണ് എല്ലാ സമയത്തും. അതിന് അല്പം മുമ്പാണ് ഈ വനവകുപ്പിൻ്റെ പ്രത്യേക സംഘവും അതോടൊപ്പം തന്നെ ഈ വെറ്റിനറി ഡോക്ടറും പെരിയാർ കടുവ സംഘത്തിലുള്ള വെറ്റിനറി ഡോക്ടറും കൂടെ എത്തി. ഇപ്പോൾ കടുവയുടെ ഏതാണ്ട് തൊട്ടടുത്ത് തന്നെ അവർ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10 മീറ്റർ പോലും ദൂരമല്ലാത്ത സ്ഥലത്താണ് അവർ കടുവ ഉള്ളത്. കടുവയ്ക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അവരത് മയക്കുവെടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മയക്കുവെടി അത് അവിടെ കിടക്കുകയായിരുന്നു. അത് എഴുന്നേറ്റ് നിന്നാൽ മാത്രമേ മയക്കുവെടി വെക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തരത്തിലായിരുന്നു നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. എപ്പോൾ അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടായാലും അതിന് അനുയോജ്യമായ സമയത്ത് വെടിവെക്കാൻ കഴിയും, മയക്കുവെടി വെക്കാൻ കഴിയുമെന്നുള്ളതാണ് വനംവകുപ്പ് നൽകിയിരുന്നത്. അങ്ങനെയാണ് അവർ ഇപ്പോൾ അത് മൂവ് ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ സംഘം ഈ തേയിലത്തോട്ടത്തിനുള്ളിലേക്ക് വരികയും ഇപ്പോൾ വെടി വെക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു റൗണ്ട് മയക്കുവെടിയാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ. ഇനി കടുവ അവിടെ നിന്ന് കൂടുതൽ എങ്ങോട്ടേക്ക് അല്ലെങ്കിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും അത് പോകാൻ ഇടയുണ്ടോ എന്നുള്ളതാണ് അവരിപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒത്തിരി മുന്നോട്ടേക്ക് കുതിച്ച് പായുകയോ മുന്നോട്ട് പോവുകയോ ചെയ്യുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു ഡോസ് കൂടി വെടിവെക്കേണ്ടി വരും, മയക്കുവെടി വെക്കേണ്ടി വരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഈ കാലിന് പരിക്കേറ്റതുകൊണ്ട് തന്നെ കടുവ അവിടെ കിടക്കുകയാണ് രാവിലെ മുതൽ തന്നെ. അതേ കടപ്പിൽ നിന്ന് അധികം മൂവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിവരം. ഇപ്പോൾ ഈ നമുക്ക് കാണാവുന്നത് പോലെ അവർ ആക്ഷന് ശേഷം ആ കടുവയെ നിരീക്ഷിക്കുകയാണ്. ഇത് മയങ്ങിയാൽ ഉടൻ തന്നെ ഇവിടെ നിന്ന് വാഹനത്തിൽ കയറ്റി പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനായുള്ള കൂടും കേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും എത്തിച്ചിട്ടുണ്ട്. അവിടെ മറ്റ് വാഹനങ്ങളൊക്കെയും ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതിൽ കൊണ്ടുപോയി അവിടെ പെരിയാർ കടുവ സങ്കേതത്തിൽ കൊണ്ടുപോയി ചികിത്സ നടത്തും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇതിനിടെ ഈ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാര്യം ഈ പ്രദേശമൊക്കെയും തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളാണ്. നിരവധി വീടുകൾ ഈ പരിസര പ്രദേശങ്ങളിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ പരിസര പ്രദേശങ്ങളിൽ ഇത്രത്തോളം ജനക്കൂട്ടവും ആൾക്കൂട്ടവും ഒക്കെ ഉള്ളതിനാൽ നിരോധനാജ്ഞ കൂടി കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കടുവ ഏതെങ്കിലും തരത്തിലൊരു ഭീതിജനകമായ രീതിയിൽ വരികയാണെങ്കിൽ അപകടകാരിയായ കടുവയാണ്, നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ പെട്ടെന്നുള്ള ആക്രമണം മനുഷ്യന് നേരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു നിരോധനാജ്ഞ ഈ മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്ന മലഞ്ചെരുവിൽ രാവിലെ മുതൽ തന്നെ കടുവ ഉണ്ട്. അതിന് തൊട്ട് മുകളിൽ കാണുന്ന സ്ഥലത്താണ് ഈ ലയങ്ങളുള്ളത്. ആ മുകളിൽ കാണുന്ന ലയത്തിനോട് ചേർന്നുള്ള തൊഴുത്തിൽ നിന്നാണ് പശുക്കിടാവിനെ അത് കൊന്നത്. അതിനുശേഷം ഈ പശുക്കിടാവിനെ 2:30 മണിയോടുകൂടിയാണ് പശുക്കിടാവിനെ കൊല്ലുന്നത്. അതിനുശേഷം ആക്രമിച്ച ശേഷം പിന്നീട് ആ കടുവ അവിടെ നിന്ന് മാറി ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു 5 മണിക്ക് ശേഷം 5:10 വീണ്ടും ഈ കടുവ ഈ പശുക്കിടാവിൻ്റെ അടുത്തേക്ക് പോയി എന്നുള്ളതും നാട്ടുകാർ നമുക്ക് വിവരം നൽകുന്നുണ്ടായിരുന്നു. അതിനുശേഷം 6 മണിയായപ്പോഴും വീണ്ടും അത് പശുക്കിടാവിൻ്റെ അടുത്തേക്ക് പോയി. പക്ഷേ അതിനെ കടിച്ചു വലിച്ചു കൊണ്ടുപോകാനുള്ള സ്ഥിതി ഇല്ലാത്തത് കൊണ്ടാകാം, അതിന് കാലിന് പരിക്കേറ്റതുള്ളത് കൊണ്ടാകാം, അത് അത്തരമൊരു നീക്കത്തിലേക്ക് കടുവ കടന്നില്ല. പക്ഷേ ഇപ്പോൾ അതിന് തൊട്ടടുത്ത് ചേർന്നുള്ള സമീപ പ്രദേശത്ത് തന്നെയുള്ള തേയിലത്തോട്ടത്തിനകത്താണ് ഈ തണൽ പറ്റി കിടക്കുകയായിരുന്നു കടുവ. ഇത് കൃത്യമായി ഡ്രോൺ നിരീക്ഷണത്തിൽ വനംവകുപ്പ് അത് നിരീക്ഷിച്ചെടുക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഒരു ആക്ഷൻ എന്ന നിലയിൽ ഈ കടുവയുടെ അടുത്തേക്ക് അവർ മൂവ് ചെയ്തുകൊണ്ട് കടുവയ്ക്ക് ഇപ്പോൾ ആദ്യം മയക്കുവെടി വെച്ചിരിക്കുന്നത്.